ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പലചരക്ക് കട നടത്തുന്ന ഒരു സിംഗിൾ പാരൻ്റായിട്ടുള്ള വീട്ടമ്മയുടെ ജീവിതാനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയാണ്. ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മഴയുടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടമ്മ എന്ന് പറയുന്നത് ഭർത്താവ്, ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ പാരൻ്റ് ആണെന്നുള്ളത്. അതൊരു കഥയാണ്. അവർ അനുഭവിക്കാത്ത യാതനകളും കഷ്ടപ്പാടുകളും ഒന്നുമില്ലാതെ ഇല്ല, ജീവിതത്തിൽ ഇനി ബാക്കിയില്ല. അത്രയും അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കയ്യിൽ പിന്നെ അവശേഷിച്ച സമ്പാദ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഒരു പലചരക്ക് കട തുടങ്ങിയത്. അവർക്കുള്ളത് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ വിട്ട് അവർ നന്നായി പഠിക്കുന്ന മക്കളാണ്. അപ്പം ഈ പലചരക്ക് കടയിലേക്ക് സാധനം വാങ്ങാനായിട്ട് പലതരത്തിലുള്ള ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അതിൽ പിന്നെ കുറേ ആൾക്കാരുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ആരും പറയാതെ തന്നെ കസേര വലിച്ചിട്ട് കയറിയിരിക്കുക. ഓരോ ഓരോ പുരുഷന്മാരിങ്ങനെ വന്നിട്ട് കസേര നീക്കിയിട്ട് ഇരിക്കുക. ആര് ചോദിച്ചാലും പറഞ്ഞാൽ അപ്പോൾ ഒരു കടയല്ലേ. എന്നിട്ട് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞിട്ടായിരിക്കും സാധനത്തിൻ്റെ കാര്യം പറയുക. എനിക്ക് പഴം വേണം, അല്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിൽ കൂടെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അവർ. ഒരു എക്സ്ട്രാ വരുമാനം ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് അവർ ചായ ഇങ്ങനെ ഒഴിക്കാൻ പോകുന്ന സമയത്ത് പുറകെ ഇരുന്ന് ഇങ്ങനെ ഓരോ ഫോട്ടോ എടുക്കുക, മൊബൈലിൽ ഫോട്ടോ എടുക്കുക. പിന്നെ അതുപോലെ ഓരോ അസഭ്യങ്ങൾ, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഭാഷയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻസായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സീൻ വളരെ വഷളാക്കുക. അതായത് കാര്യങ്ങളെ കുറച്ചുകൂടെ മോശമാക്കി, ഈ സ്ത്രീ എന്തോ മോശമായി പറഞ്ഞു, ഈ വീട്ടമ്മ എന്തോ അയാളോട് പറഞ്ഞു എന്നുള്ള രീതിക്കൊക്കെ ആക്കുക. അങ്ങനെയുള്ള ആൾക്കാർ അവരെ ഫേസ് ചെയ്യണം. പിന്നെ വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ കട റെൻറ്റിനാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അയാൾ നേരെ കയറി വരിക, സാധനങ്ങൾ വാങ്ങുക. അയാളെ കൊണ്ട് വേറൊരു ശല്യം ഇല്ലെങ്കിലും ഈ പൈസ, അതായത് സാധനങ്ങൾക്കുള്ള പൈസ അയാളോട് ചോദിക്കുന്നത് അയാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. എന്നാൽ അയാളുടെ ഈ കടയുടെ റെൻ്റെന്ന് പറയുന്നത് സമയത്തായിട്ട് കിട്ടണം. പക്ഷേ ഈ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളുടെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾ അവിടെ വൃത്തിയാക്കി വെച്ചില്ല, ഇവിടെ വൃത്തിയാക്കി വെച്ചില്ല, എൻ്റെ കട മുഴുവൻ മോശമാക്കി, ഇനി നിങ്ങളടുത്ത് എനിക്ക് ഒഴിയാൻ പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഒരു വീട്ടമ്മ നേരിടുന്ന ജീവിതാനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. അവർക്ക് പിന്നെ ഇത് ഒരാളല്ല ഇങ്ങനെ വന്ന് അസഭ്യം, നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നതൊക്കെ ഒരാളല്ല. ഇപ്പോൾ കടയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവരൊരു കോമൺ നമ്പറാണ് വെച്ചിരിക്കുന്നത്. ചില ആൾക്കാർ വിളിച്ച് പറയുമല്ലോ, ചില വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറയും സാധനം അവിടെ എത്തിക്കണമെന്ന് പറയുമ്പോൾ. ഇവർക്ക് സ്കൂട്ടിയുണ്ട്. അപ്പം സ്കൂട്ടിയിൽ പറ്റുന്ന സ്ഥലത്തൊക്കെ അവർ എക്സ്ട്രാ ഒരു പയ്യനെ കൂടി ഇവിടെ കടയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്. അപ്പോൾ അവൻ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഓരോ വീടുകളിലൊക്കെ കൊടുക്കുക. ആ നമ്പറിലേക്ക് വിളിച്ച് മെസ്സേജസ് ഇടുക, ഫോട്ടോസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസ്, വന്നിരിക്കുമ്പോൾ എടുക്കുന്നില്ലേ ഫോട്ടോസ്, അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഭർത്താവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ പല പല രീതിയിലുള്ള ചാറ്റ്സ് അയയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാത്രി ഒരു 12 o'clockന് ശേഷം കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുക. അവരുടെ പേഴ്സണൽ നമ്പറല്ലേ, ഈ കടയിൽ വെച്ചിരിക്കുന്ന നമ്പറോ അവരുടെ നമ്പർ പോലും അവർ കൈകാര്യം ചെയ്യുന്നതാണല്ലോ. അത് ബിസിനസ്, ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് വയ്ക്കാൻ വെച്ചിരിക്കുന്ന നമ്പറാണ്. അപ്പോൾ അതിനകത്തോട്ട് വിളിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുന്നത്. പിന്നെ ചിലർ വന്ന് അവരെ ഇഷ്ടത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് സംസാരിക്കും. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാനോ ഒന്നും പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടമ്മ പറയുകയാണ്, നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ കട നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല അവർക്ക് നമ്മളടുത്ത് ഭയങ്കരമായ ഒരു റിവെഞ്ച് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വന്നിരുന്ന് കമൻ്റ് അടിക്കുന്ന ഓരോ പുരുഷന്മാരും കുടുംബമായി ജീവിക്കുന്നവരാണ്. അതായത് വൈഫും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ വന്നിരുന്ന് പറയുന്നത്. അതിൽ 1-2 ഉള്ളൂ വിവാഹമൊന്നും കഴിക്കാത്ത ആൾക്കാർ വന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള കഷ്ടപ്പാടുകളാണ് ഒരു വീട്ടമ്മ ഒരിക്കൽ വിവാഹിതയായി ആ ഭർത്താവ് നമ്മളെ നോക്കാതെ വരുമ്പോൾ, ഒരു സിംഗിൾ പാരൻ്റായി മക്കളെയും കൊണ്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന
മാനസികമായ വിഷമങ്ങൾ, ഒന്ന് ജീവിക്കാൻ അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. അതിനാണല്ലോ കടയിട്ടിരിക്കുന്നത്. ഈ കടയിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, അടുപ്പിക്കുക. അതിനുവേണ്ടി ഈ വീട്ടമ്മ പിന്നെ ഡ്രൈവിങ് പഠിച്ചു. കാരണം ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്ത് എത്തണം, സാധനമൊക്കെ വേറൊരു സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, പിന്നെ ഈ കടയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കുക, തിരിച്ച് ഓരോരുത്തർ പൈസ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റുകൾ മാറ്റി വയ്ക്കുക, സാധനം എടുത്ത് കൊടുക്കുക. ഓരോ ആൾക്കാർ വരുമ്പോൾ എന്തൊക്കെ മാനസിക വിഷമം ഉണ്ടെങ്കിലും ആൾക്കാർ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ അഭിമുഖീകരിക്കുക. പിന്നെ കടം വാങ്ങുന്ന ഒരു സെക്ഷൻ ആൾക്കാരുണ്ട്. അപ്പോൾ ആ കടം വാങ്ങുന്നവർ ചിലർ കൊടുക്കും, ചിലർ ഈ പൈസ തിരിച്ചു കൊടുക്കില്ല. തിരിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ പേരിൽ വഴക്ക്, പ്രശ്നങ്ങൾ. അപ്പോൾ അവർ കൊള്ളാത്തവരായി. കടം കൊടുത്ത് ആ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ, സാധനം കൊടുത്തിട്ട് ആ പൈസ ഒന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ പലരുടെയും മുഖം മാറും എന്നാണ് ഈ വീട്ടമ്മ എന്നോട് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്തുനിന്നും ഒരു സമാധാനമില്ലാതെ, കാണാൻ അത്യാവശ്യം നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ ഈ പറയുന്ന വീട്ടമ്മ. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. അപ്പോൾ ആ കുട്ടികളെ ഒന്ന് വളർത്താൻ വേണ്ടി അവർ പെടുന്ന, അഭിമാനമുള്ള ഒരു ജോലി ചെയ്യുമ്പോഴും അവർ പെടുന്ന മാനസികമായ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് രാത്രി ഒരു സമയമാകുമ്പോൾ ഈ ഫോൺ കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നാൽ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും. അതിനെതിരെ പ്രതികരിക്കാനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നില്ല. കാരണം അവർ പറയുന്നത് ഇവർ പിന്നീട് ഇവിടെ കട നടത്തിപ്പോകാൻ സമ്മതിക്കില്ല. ഞാനിനി ഈ കട ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചാൽ എനിക്ക് ഇവിടെ കിട്ടുന്ന കസ്റ്റമറെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ ജീവിത മാർഗം നഷ്ടപ്പെടും. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, വീടും റെൻറ്റിനാണ്, കടയും റെൻറ്റിനാണ്. അപ്പോൾ ഈ ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താവ് വേഷം കെട്ടി നടക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അറിയണ്ട എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് സർക്കാർ ജോലിയോ കാര്യങ്ങളോ കൃത്യമായ വരുമാന മാർഗമോ ഇല്ലാത്ത ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന ഏതൊരു സ്ത്രീക്കും വന്നേക്കാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായി ആദ്യമേ നമ്മളൊരു വിവാഹം എല്ലാവരും പറയും വിവാഹം കഴിക്കുന്നതിന് മുന്നേ എല്ലാം ആലോചിച്ചും കണ്ടും നോക്കിയും ഒക്കെ നമ്മൾ കഴിക്കണമെന്ന്. എത്രയൊക്കെ നോക്കിയാലും എത്രയൊക്കെ കൂട്ടിയാലും ഹരിച്ചാലും ഗുണിച്ചാലും ഒന്നും ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റിപ്പോവും. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീട്ടമ്മയ്ക്കൊരു പരിഹാരം എന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും വൈകരുത്. കാരണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന ഈ കമൻ്റ് അടിയും ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ആകെ തകർത്ത് കളയും. അപ്പോൾ നമുക്ക് മുന്നോട്ട് ജോലി ചെയ്യാനുള്ള ഇത് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് ഇക്കാര്യത്തിൽ എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായി വരും എന്നുള്ളത് അവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നെപ്പോലെ പലരും അവരോട് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വീട്ടമ്മ അവരുടെ മനസ്സിലെ ആ ഒരു വിഷമം അവർക്കേ അറിയാവൂ. നമുക്ക് പറയുന്നവർക്കും ഉപദേശിക്കുന്നവർക്കും എളുപ്പമാണ്. പക്ഷെ പലതും നേരിടുമ്പോൾ ഒരു ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ നേരിടുന്ന പ്രതിസന്ധികൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ആർക്കെങ്കിലും ഒരു വീട്ടമ്മയ്ക്ക് ഞാൻ പറയുന്ന വാക്കുകൾ ഒരു ചെറിയ ആശ്വാസം അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു തീരുമാനമെടുക്കാൻ അവരെ പ്രാപ്തരാക്കുന്നുവെങ്കിൽ അതാണ് നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കളഞ്ഞിട്ട് പോകുന്നവർക്ക് കളഞ്ഞിട്ട് പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടും നന്നായി നോക്കുന്ന പുരുഷന്മാർക്കെതിരെ അല്ല ഈ സംസാരിക്കുന്നത്. ഇത് പുരുഷന്മാർ എന്ന് പറയുന്ന ആളുകളോടുള്ള എതിർപ്പുമല്ല നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ കുടുംബം എന്ന് പറയുന്നത് നോക്കിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ റോളാണുള്ളത് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ. അതിൽ ഒരാൾ പിന്മാറുമ്പോൾ, അതായത് ഒരു വണ്ടിയുടെ 4 വീലുകളാണ് ഒരു 4 വീലറിനെ സംബന്ധിച്ച് അതിൽ ഒരു ടയർ കേടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നതെന്നുള്ളൊരു നേർക്കാഴ്ചയാണ് ഈ ജീവിതാനുഭവങ്ങൾ. അപ്പോൾ ആ വീട്ടമ്മ ഇങ്ങനത്തെ ഒരു പരിതസ്ഥിതിയിൽ കൂടി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചാറ്റുകളൊക്കെ ഓരോ ആൾക്കാർ അയക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീയായി നമ്മൾ എന്തിന് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു സ്ത്രീയെ മറ്റൊരാൾ കാണുന്നത്, കാഴ്ചപ്പാട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അറപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന, ജീവിതം തന്നെ മടുത്തു പോകുന്ന ഓരോ ചാറ്റ്സുകളാണ് ഓരോ ആൾക്കാർ ഞാൻ പറഞ്ഞ ഈ വീട്ടമ്മയ്ക്ക് അയച്ചത്. അപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും ഒരു കുടുംബമുണ്ട്, ഒരു ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിയുന്ന ആൾക്കാർ ഇങ്ങനെ അയച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ വീട്ടമ്മയുടെ വേദന എന്താണെന്നുള്ളത്. അപ്പോൾ
ഇതൊരു തിരിച്ചറിവ് കൂടിയാണ്. ഏറ്റവും പെട്ടെന്ന് ഉചിതമായൊരു തീരുമാനം ആ വീട്ടമ്മയ്ക്ക് എടുക്കാൻ സാധിക്കട്ടെ. ഞാൻ അതിനു വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ജീവിതാനുഭവം ഇവിടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാ പേർക്കും നിറഞ്ഞ സ്നേഹം. അപ്പോൾ നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടേക്ക് കെയർ.